ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ കീമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. സോ ഞാൻ വിചാരിച്ച കുറെ പേർക്ക് ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ക്യാൻ സബ്മിറ്റ് ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോർ ദ അഡ്മിഷൻ ടു ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ ഓർ മെഡിക്കൽ അലൈഡ് കോഴ്സസ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കീം ആപ്ലിക്കൻസ് ക്യാൻ ആഡ് courses for admission to architecture, medical and medical allied courses and add reservation claims for admission to KEAM courses 2025. What that meant? അതെന്താ പറയുന്നത് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അതായത് എന്റെ അനിയത്തിയുടെ പോർട്ടൽ വെച്ച് ഞാൻ കാണിച്ചു തരാം. അതായത് ആക്ച്വലി ഇവളുടെ ഈ പോർട്ടൽ നോക്കുമ്പം ഇവൾ ഓൾറെഡി എന്താണ് കീം രജിസ്റ്റർ ചെയ്യുകയും കീമിന് അവൾക്ക് അവളുടെ മാർക്കും കാര്യങ്ങളും ഒക്കെ വന്നത്. അതായത് അവർക്ക് ഓൾറെഡി ഒരു കീം പോർട്ടലും അവൾ രജിസ്ട്രേഷൻ എഞ്ചിനീയറിംഗ് രജിസ്ട്രേഷൻ കഴിഞ്ഞതുമാണ്. അപ്പം അവൾ ആക്ച്വലി നാറ്റയോ അല്ലെങ്കിൽ നീറ്റ് UG 2025 എക്സാമോ ഇതിൽ ഏതെങ്കിലും ക്വാളിഫൈ ചെയ്താൽ അല്ലെങ്കിൽ അവർക്ക് മെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് കോഴ്സസ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതൊരു ആഡ് ചെയ്യാൻ പറ്റും. അതായത് ആർക്കിടെക്ചറും മെഡിക്കൽ കോഴ്സും ഞാൻ ടിക്ക് ഇട്ട് പിന്നെ ഇതിൽ സാൻസ്ക്രിത് അറ്റ് +2 ലെവൽ ഇതിപ്പോ നോ നമുക്ക് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യുവാണെങ്കിൽ ഇതിപ്പോ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ രണ്ടും എഴുതിയിട്ടില്ല, എന്റെ സിസ്റ്റർ രണ്ടും എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആക്ച്വലി ഓൾറെഡി കീം രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്ത നിങ്ങൾക്ക് ഇനിയിപ്പോ ആർക്കിട്ടെ നിങ്ങൾ നാറ്റ എക്സാമും നീറ്റ് എക്സാമും ഇതിൽ ഏതെങ്കിലും എഴുതി നിങ്ങൾ രണ്ടിലും, അതായത് ഇതിൽ ഏതെങ്കിലും എഴുതി ക്വാളിഫൈ ആവുകയോ അല്ലെങ്കിൽ രണ്ടിലും ക്വാളിഫൈ ആവുകയോ ചെയ്ത് നിങ്ങൾക്ക് ആർക്കിടെക്ചറിലേക്ക് പോകാൻ താല്പര്യമുണ്ട്, അതിലും അടിപൊളി കോളേജസ് ഉണ്ട്, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കും പോകണമെങ്കിലും എന്താണ് നിങ്ങൾ ഈ ഓപ്ഷൻ രണ്ടും ടിക്ക് ഇടണം. ഓക്കെ. പിന്നെ ബാക്കി ഇപ്പം വേറെ ആൾക്കാരുടെ കാര്യം പറയുവാണെങ്കിൽ അത് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. അവള് ആക്ച്വലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീന എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ഉണ്ട്. മീന ആക്ച്വലി നീറ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തു, പക്ഷെ കീം രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയി. കീം രജിസ്റ്റർ ചെയ്യാനായിട്ട് വിട്ടുപോയി ആള്. പക്ഷെ ആൾക്കിപ്പം മെഡിക്കൽ, അതായത് ഒരു മെഡിക്കൽ ആയിട്ട് മെഡിക്കൽ അലൈഡ് അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് പോകണം, അല്ലെങ്കിൽ അവൾക്ക് ആർക്കിടെക്ചർ കോഴ്സസിലേക്ക് പോകണമെങ്കിൽ അവൾക്ക് ഒറ്റ വഴിയുള്ള എന്താണ് ഇതിന്റെ ഫ്രഷ് ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ടു ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഇൻക്ലൂഡിംഗ് MBBS ആൻഡ് BDS എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്തവർക്ക് അവരൊരു ചാൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഇത് ഒരിക്കലും മീൻ ചെയ്യുന്ന ഓൾറെഡി സബ്മിറ്റ് ചെയ്യുന്നവരല്ല ചെയ്യേണ്ടത്. സബ്മിറ്റ് ചെയ്യാനുള്ളവർ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ കീമിന്റെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് കീമിന്റെ സൈറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും ഫ്രഷ് ആപ്ലിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് കാണാം. ഇത് കീം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് നമ്മുടെ കീമിന്റെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. അപ്പൊ അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഒരു പോർട്ടൽ തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ആക്ച്വലി സബ്മിറ്റ് ചെയ്യണം. അത് കീമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ce.kerala.government.in എന്ന് പറഞ്ഞ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിലേക്ക് പോവുകയും നിങ്ങൾ അതിന്റെ ലൈക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു ഇതിൽ ചെയ്തു പോയാൽ മതി. അപ്പം ഈ ഒരു PDF-ഉം നിങ്ങൾക്ക് ആക്ച്വലി നോട്ടിഫിക്കേഷനിൽ കിട്ടും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവർ കുറെ ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ആർക്കിടെക്ചർ കോഴ്സസിന് വേണ്ടി നമ്മൾ ആക്ച്വലി അതൊരു ഫ്രഷ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താണ് ഇപ്പം ആ ഒരു മീനയ്ക്ക് ആക്ച്വലി ക്ലെയിം, അതായത് EWS കോട്ടയുണ്ട് അല്ലെങ്കിൽ OBC ഇങ്ങനെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സും നമ്മൾ ഇതിനൊപ്പം അപ്ലോഡ് ചെയ്യണം. പ്ലസ് ഒരു ഓൺലൈൻ ഫീസ് ഉണ്ട്, അതും കൂടി നമ്മൾ മീൻസ് ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യണം. അപ്പം അപ്പൊ അതൊക്കെ തന്നെയാണ്. പിന്നെ അവർ വേറൊരു നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കീം പോർട്ടലുണ്ട്, കീമിന് ആക്സസ് ഉള്ള ആൾക്കാര്, കീം എക്സാം എഴുതുന്നവരും പിന്നെ കീം പോർട്ടലിൽ ആക്സസ് ഉള്ളവരും ഇത് ചെയ്യരുത്. ഫ്രഷ് ആയിട്ട് ഒരു ആപ്ലിക്കേഷനും കൂടി ചെയ്താൽ അവരത് റിജക്ട് ചെയ്യും. ഓക്കെ. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നാളെയും കൂടിയാണ് സമയമുള്ളത്, അവർ ഡേറ്റ് സഹിതം പറഞ്ഞിട്ടുണ്ട്. 23rd 6/2025 12 PM എന്നാ പറഞ്ഞേക്കുന്നത്.
സോ 12 PM വരെയാണ് നമുക്ക് സമയമുള്ളത്. അതിനുശേഷം നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി എന്താ സംഭവിക്കുന്നത്, നമുക്ക് ആക്ച്വലി ഇനിയിപ്പോ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ ഒന്നും നടക്കത്തില്ല. അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് കാര്യം എന്താന്ന് വെച്ചാൽ ഇതുവരെ അതായത് ഓൺലൈനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ഗെയിമിന്. പക്ഷെ നിങ്ങൾക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് പോവുകയും നിങ്ങൾ ഓൾറെഡി നീറ്റ് അല്ലെങ്കിൽ നാറ്റ ആർക്കിടെക്ചറിന് വേണ്ടി നാറ്റ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള പുതിയൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിന്റെ ബാക്കിയുള്ള അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഓൺലൈൻ പേയ്മെന്റും നടത്തണം. പിന്നെ ഉള്ള സെക്കൻഡ് കാര്യം എന്താന്ന് വെച്ചാൽ ഓൾറെഡി കീം അലോട്ട്മെന്റ് അല്ലെങ്കിൽ കീമിന്റെ എല്ലാ മാർക്കും അല്ലെങ്കിൽ കീമിന് ഒരു പോർട്ടൽ ഉള്ളവര് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തവര് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നാറ്റയും നീറ്റോ ഇതിൽ ഏതെങ്കിലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇട്ടിട്ട് സേവ് ഇട്ടിട്ട് പോയാൽ മതി. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഞാൻ വിചാരിച്ചു ഷെയർ ചെയ്യണം എന്ന്, കാരണം കുറച്ച് പേർക്ക് നല്ല രീതിയിൽ ഡൗട്ട് ഉണ്ട്. നാളെ രാവിലെ 12 മണി വരെ ഉള്ളൂ. സോ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം ബൈ ബൈ, സി യു.